Welcome to class number 47, BSc Main Physics, Unit 5, Feedback and Oscillatory Circuits, Paper 3 Electronics, Semester 5, Paper 3 Electronics, BSc Main Physics. Today, now we discuss Hartley Oscillator. Hartley Oscillator from Unit Feedback and Oscillatory Circuits. Hartley Oscillator, very important essay question. In the previous class, we have studied phase-shift oscillator, and today we discuss Hartley oscillator. And this is the diagram of Hartley oscillator. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ പഠിച്ചതാണ്. സർക്യൂട്ട് അതിൻ്റെ ഫോർമുലയിൽ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഹാർട്ട്ലി ഓസിലേറ്ററാണ്. ഇതൊരു LC ഓസിലേറ്ററാണ്. ഫേസ് ഷിഫ്റ്റ് RC ഓസിലേറ്ററാണ്. ഇത് LC ഓസിലേറ്ററാണ്. ഇൻഡക്റ്റൻസ് ഉപയോഗിക്കുന്ന ഓസിലേറ്ററാണ്. അപ്പോൾ അതിൽ ആ സർക്യൂട്ട് നോക്കുക. ആ സർക്യൂട്ടിൽ ആദ്യ ഭാഗം കാണുന്നതിൽ വോൾട്ടേജ് ഡിവൈഡർ ബയസ് സാധാരണ ആംപ്ലിഫയറിൻ്റെ ഡയഗ്രമാണ് ആ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ സർക്യൂട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. R1 R2 ഉണ്ട്, പിന്നെ RE ഉണ്ട്, C ഉണ്ട്, എർത്ത് കണക്ഷനുണ്ട്, VCC സപ്ലൈ ഉണ്ട്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് RC ഉണ്ടല്ലോ, RCക്ക് പകരം ഒരു കോയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് എസെൻഷ്യലായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RCയുടെ സ്ഥാനത്ത് RFC എന്ന് പറയുന്ന ഒരു റേഡിയോ ഫ്രീക്വൻസി ചോക്കാണ് കൊടുത്തിരിക്കുന്നത്. RFC ഒരു ഇൻപുട്ട് കപ്പാസിറ്റി C1 ഉണ്ട്, ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്റി C2 ഉണ്ട്, പിന്നെ CE അത് എമിറ്ററിലെ കപ്പാസിറ്റിയാണ്. പിന്നെ ഇതിനകത്തൊരു ഓസിലേറ്ററി സർക്യൂട്ട് ഉണ്ട്, ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഔട്ട്പുട്ടിൽ കാണിച്ചിരിക്കുന്ന അവസാന സർക്യൂട്ട് LC ഒരു വേരിയബിൾ കപ്പാസിറ്റർ, പിന്നെ ഒരു ഇൻഡക്റ്റൻസിൻ്റെ സെൻറ്റർ ടാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 2 ഇൻഡക്റ്റൻസ് ആയിട്ട് മാറും L1 L2 എന്ന് പറയുന്നത്. അപ്പോൾ L1ലെ വോൾട്ടേജ് V1 ആണ്, L2ലെ വോൾട്ടേജ് V2 ആണ്. അതിന് നടുക്കാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ LC സർക്യൂട്ടിലെ LC സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ടാങ്ക് സർക്യൂട്ട്. അവിടെ നമ്മളതിൻ്റെ സെൻറ്ററും ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റി വേരിയബിളാണ്, LC ആണ്. So look here, the circuit of Hartley oscillator is given here. The main part is actually a voltage divider circuit. In the place of RC, and RFC is connected. RFC is a radio frequency choke which serves the purpose of RC, and also it blocks AC. Input capacitor is C1, output capacitor C2. In the output there is a tank circuit. Tank circuit is LC. C is a variable capacitor, and inductance is center tapped, so it will act as 2 inductances. 2 inductors L1 and L2, and there is a feedback path. This is a feedback oscillator, positive feedback oscillator. A feedback oscillator is shown, feedback path is shown. It is connected to C1. It is connected to input through C1. A Hartley oscillator using NPN transistor is shown the figure. ഒരു NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഹാർട്ട്ലി ഓസിലേറ്റർ ആണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. റെസിസ്റ്റേഴ്സ് R1, R2 and RA, bypass capacitor C, and battery VCC provide the DC biasing, proper DC biasing. DC bias for the transistor, the frequency determining network consists of parallel C. ആ ടാങ്ക് സർക്യൂട്ട് പറഞ്ഞില്ലേ നമ്മൾ, ഔട്ട്പുട്ടിൽ അവസാനം കാണുന്ന parallel C circuit made of inductors L1 and L2 and capacitor C as shown in the figure. പടത്തിൽ നമ്മൾ കണ്ടതാണ്. The function of L1 and L2, the junction of L1 and L2 is earth connected. L1 L2 ഒരു മിഡ് പോയിന്റ് നമ്മൾ എർത്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഫ്രം ദി ഡയഗ്രാം it is clear that L1 is connected in the collector circuit. L1 കളക്ടറിലാണ്, L2 പോകുന്നത് നമ്മൾ ആ ഫീഡ്ബാക്ക് സർക്യൂട്ടിലേക്കാണ് പോകുന്നത്.
ഇലക്ട്രിക്കിലെ വോൾട്ടേജാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയിട്ട് മാറുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് C2 and L2 is connected in the base through capacitor C1. That is, L1 is in the output circuit and L2 is in the input circuit. L1 ഔട്ട്പുട്ടിൽ വരും, അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് V1, L2 വോൾട്ടേജ് V2 ആണ് ഇൻപുട്ടിലേക്ക് പോകുന്നത്, ഫീഡ്ബാക്ക് ആയിട്ട് പോകുന്നത്. ബോത്ത് ദി കോയിൽസ് ആർ ഇൻഡക്റ്റീവ്ലി കപ്പിൾഡ്. രണ്ടും തമ്മിലൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. രണ്ട് കോയിലും ഇൻഡക്റ്റീവ്ലി കപ്പിൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടും തമ്മിൽ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M കാണും. പഠിച്ചിട്ടുള്ള M എന്നുള്ളത് റൂട്ട് ഓഫ് L1 L2 എന്നൊക്കെ പറയും. M is K into root of L1 L2, അല്ലെങ്കിൽ M is simply root of L1 L2. ദാറ്റ് ഈസ് ദി മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ അങ്ങനെ മ്യൂച്വൽ ഇൻഡക്റ്റൻസും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഈ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഇത് RF ചോക്ക്, RFC, നമ്മൾ RCക്ക് പകരം ഞാൻ പറഞ്ഞല്ലോ, ദ RF ചോക്ക് ഈസ് കണക്റ്റഡ് ഇൻ ദി കളക്ടർ സർക്യൂട്ട്. ഇറ്റ് ഹാസ് 2 പർപ്പസസ്. ഈ ചോക്കിൽ 2 പർപ്പസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1, ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം റീച്ചിങ് ദി DC. It prevents AC from reaching the DC source VCC. അതായത് ഈ ഓസിലേറ്റർ വർക്ക് ചെയ്ത് നമുക്ക് AC ആണ് തരുന്നത്. അവിടെ ഇൻപുട്ട് AC ആണ്, ഫീഡ്ബാക്ക് വോൾട്ടേജ് AC ആണ്. ആ AC സപ്ലൈ സോഴ്സായ VCCയിലേക്ക് പോകാൻ പാടില്ല. അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി RFCക്ക് സാധിക്കും. അല്ലെങ്കിൽ ചോക്കിലെ ഇൻഡക്റ്റൻസിന് ACയെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതിന് ബാക്ക് EMF ഉണ്ട്, അത് പ്രിവെൻറ്റ് ചെയ്യും. അടുത്തത് രണ്ടാമത്തെ അതിൻ്റെ പർപ്പസ്, ഇറ്റ് ആക്ട്സ് ആസ് എ കളക്ടർ ലോഡ്. രണ്ടാമത്തത് കളക്ടർ ലോഡ്. അപ്പോൾ അത് ACയെ പ്രിവെൻറ്റ് ചെയ്യും DC പോകുന്നതിൽ നിന്ന്, പിന്നെ ഒരു കളക്ടർ ലോഡായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ 2 പർപ്പസാണ് RFCക്ക് ഉള്ളത്. RFC എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ചോക്ക്, ഒരു കോയിലാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ഗിവൺ ടു ദി ബേസ് ഓഫ് ദി ട്രാൻസിസ്റ്റർ. Base of the transistor through a capacitor C1 from the tank circuit. ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അവസാനത്തെ LC സർക്യൂട്ടാണ്. L1 L2 C സർക്യൂട്ടിനാണ് ടാങ്ക് എന്ന് പറയുന്നത്. അവിടെ എനർജി സ്റ്റോർ ചെയ്യും, അതുകൊണ്ട് ടാങ്ക് എന്ന് പറയുന്നത് LC ആണ്. അവിടെ നിന്നാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ് പോകുന്നത്, C1ലേക്ക് പോകുന്നത്, കപ്പാസിറ്റി C1ലേക്ക് പോകുന്നത്. ഇനി ഇതിൻ്റെ ആക്ഷനാണ്. ആക്ഷൻ വർക്കിംഗ് എന്ന് പറയും. വെൻ ദി പവർ സപ്ലൈ, PW പവർ എന്ന് വായിക്കണം, പവർ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എ ട്രാൻസിയൻറ്റ്, അല്പനേരത്തേക്കുള്ള കറണ്ടാണ്, വേരിയിങ് കറണ്ട്. എ ട്രാൻസിയൻറ്റ് കറണ്ട് ഈസ് ജനറേറ്റഡ് ഇൻ ദി ടാങ്ക് സർക്യൂട്ട്. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ ഒരു ട്രാൻസിയൻറ്റ് കറണ്ട് ടാങ്ക് സർക്യൂട്ടിൽ ഉണ്ടാകും. ആസ് എ റിസൾട്ട് ഓസിലേഷൻസ് ആർ സെറ്റപ്പ്. അതായത് നമ്മൾ AC-യിലേക്ക് ഒരു കറണ്ട് കൊടുത്താൽ ഓസിലേഷൻ ഉണ്ടാകും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഓസിലേഷൻ. F is 1/2π√LC ഫ്രീക്വൻസി ഉള്ള ഇലക്ട്രിക്കൽ ഓസിലേഷൻസ് ഉണ്ടാകും, വേവ്സ് ഉണ്ടാകും. In the tank circuit, CKT circuit, the common terminal of L1 and L2 is marked as 3. അവിടെ നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഓസിലേറ്റിംഗ് കറണ്ട് ഡെവലപ്സ് ആൻ AC വോൾട്ടേജ് V1 across L1 ആൻഡ് AC വോൾട്ടേജ് V2 across L2. L1-ൽ ഉണ്ടാകുന്ന വോൾട്ടേജ് V1 ആണ്, അതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. L2-ൽ ഉണ്ടാകുന്ന വോൾട്ടേജാണ് V2, അതാണ് ഫീഡ്ബാക്ക് ആയിട്ട് ഇൻപുട്ടിലേക്ക് പോകുന്നത്. Thus, the output voltage splits into 2 parts, namely V1 and V2. V2 is the feedback voltage. The reason for positive feedback. എന്താണ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ കാരണം?
റീസൺ ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ 360 ഡിഗ്രി ഫീഡ്ബാക്കാണ്. ട്രാൻസിസ്റ്റർ സിയിൽ ഒരു 150 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് V1ഉം V2ഉം തമ്മിൽ ഒരു 180 ഫേസ് ഷിഫ്റ്റ് വരും. അങ്ങനെയാണ് 360 വരുന്നത്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫ് ദി ടെർമിനൽ 1 ഈസ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടെർമിനൽ 3, അറ്റ് എനി ഇൻസ്റ്റന്റ് ദ ടെർമിനൽ 2 will be at a negative potential with respect to 3. 3 മിഡ് പോയിന്റ് ആണ്, ഗ്രൗണ്ടാണ്. അപ്പോൾ 1 പോസിറ്റീവിലാണെങ്കിൽ 3 നെഗറ്റീവിലായിരിക്കും. അപ്പോൾ ആ രണ്ട് വോൾട്ടേജും തമ്മിൽ V1ഉം V2ഉം തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് 180 ഉണ്ടാകും, ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ദാറ്റ് ഈസ് ദർ ഇസ് ഓൾവേസ് എ ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി ബിറ്റ്വീൻ ദ വോൾട്ടേജസ് V1 and V1 or in the output and the feedback voltage V2 given to the input. അപ്പോൾ ഇവിടെ ഈ 3 നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത് കാരണം V1ഉം V2ഉം തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ LC സർക്യൂട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാകും. ട്രാൻസിസ്റ്റർ ഉണ്ടാക്കും, CE ട്രാൻസിസ്റ്റർ ഒരു 180 ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുമല്ലോ. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. Output and the feedback voltage V2 given to the input. Due to the C configuration of the transistor, there is a phase shift of 180 degree between the input and output voltages. ഇപ്പോൾ ട്രാൻസിസ്റ്റർ ഒരു 180 അതിൻ്റേതായിട്ട് നിർമ്മിക്കും. Therefore, the total phase shift is 360 degree, thereby making ദ ഫീഡ്ബാക്ക് പോസിറ്റീവ്. അപ്പോൾ ട്രാൻസിസ്റ്റർ 180 ഉണ്ടാക്കും, V1ഉം V2ഉം തമ്മിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജും തമ്മിൽ ഒരു 180 ഉണ്ടാകും. 180 + 180 360. 360 ഡിഗ്രി ഫീഡ്ബാക്ക്, അതിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് ദ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഓസിലേഷൻ നടക്കുകയുള്ളൂ. സിൻസ് ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് V2 since the feedback voltage V2 is in phase with the input voltage, the base current increases and hence collector current increases. So an amplified voltage is developed in the oscillator circuit and a part of the energy is used to compensate the power loss in the tank circuit. അപ്പോൾ ഔട്ട്പുട്ടിലേക്ക് ഈ വോൾട്ടേജ് വരും, അത് ഓസിലേഷനായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നഷ്ടപ്പെടുന്ന ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യും സർക്യൂട്ട്. The frequency of oscillation is given by F is 1/2 pi root LC. ഇവിടെ ഫ്രീക്വൻസി കാണുന്ന ഇക്വേഷൻ ആണ് F is 1/2 pi root LC. What is L? L is L1 + L2 + 2M, where M is a mutual inductance of L1 and L2. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ രണ്ട് കോയിലും ഇൻഡക്റ്റീവ് കപ്പിൾഡ് ആണ്, അവ തമ്മിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ആകെ ഇൻഡക്റ്റൻസ് എടുക്കേണ്ടത് L is L1 + L2 + 2M എന്നാണ്. കാരണം 2M എടുക്കാൻ കാരണം L1 L2 ആയിട്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാക്കും, അതേപോലെ L2 L1 അങ്ങോട്ട് തിരിച്ചും ഉണ്ടാക്കും. അതുകൊണ്ട് 2M എടുക്കുന്നത്. അപ്പോൾ L എടുക്കേണ്ട ഫോർമുല L1 + L2 + 2M. സോ ദ ഇക്വേഷൻ ഈസ് F is 1/2 pi root LC. ഇതാണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ഇതിൻ്റെ തിയറി ഉണ്ട്, പക്ഷേ തിയറി പ്രത്യേകം വേണ്ട എന്ന് സിലബസിൽ പറഞ്ഞുള്ളതുണ്ട്. വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അതുകൊണ്ട് നമ്മൾ തിയറി ഒഴിവാക്കുകയാണ്. ഇത്ര എഴുതിയാൽ മതി പരീക്ഷയ്ക്ക്. എസ് എ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി വേണ്ടെന്ന് ആവശ്യമാണ്, തിയറി നോട്ട് റിക്വയർഡ് എന്ന് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിയറി നമ്മൾ ഒഴിവാക്കി. ഇനി പറയുന്നത് പ്രോബ്ലംസ് ആണ്. ഒരു പ്രോബ്ലം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഈ ഓസിലേറ്റർ 3 പഠിക്കുകയാണെങ്കിൽ ഒരു 2 പ്രോബ്ലം വരെ ചോദിക്കാവുന്നതാണ്. ഫേസ് ഷിഫ്റ്റ് ചോദിക്കും, ഹാർട്ട്ലി ചോദിക്കും, അല്ലെങ്കിൽ ഇനി പഠിക്കുന്ന കോൾപിസിൽ പ്രോബ്ലം ചോദിക്കും. സിമ്പിൾ പ്രോബ്ലമാണ്. ഒറ്റ ഫോർമുല മാത്രം ഓർത്താൽ മതി. F is 1/2 pi root LC. മാർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്.
What is the frequency of Hartley oscillator if total inductance is 100 mu h and capacitance is 220 mu f microfarad എന്ന് പറയും. മൈക്രോഫാരഡിനെ പൈക്കോ എന്ന് പറയും കേട്ടോ. ഇവിടെ മൈക്രോഫാരഡ് എന്നാണ് mu f എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കണം. എഫ് ഈസ് 1/2π√LC. LC ഇവിടെ L1/L2+2 അത് എടുക്കണ്ട, കാരണം ടോട്ടൽ ഇൻഡക്റ്റൻസ് തന്നെ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ടങ്ങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ L1/L2+2 എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. എഫ് ഈസ് 1/2π√LC. L is 100 mu h microhenry, that is 100 into 10⁻⁻6 Henry. And C is 225 mu f microfarad, equal to 225 into 10⁻12 farad. Microfarad is picofarad. Pico is 10⁻12. So that we write. And you substitute the values, we get f is 1/2π√LC, 1/2π into root of 100 into 10⁻6 into 225 into 10⁻12. That is 1/2π into 10⁻8 into 225. On calculation we get the answer 1.061 into 10⁻6 hertz, and 10⁻6 hertz is megahertz, mHz. So 1.061 mHz. അങ്ങനെ കൂടിയ ഫ്രീക്വൻസിയാണ് ഹാർട്ട്ലി ഓസിലേറ്റർ നമുക്ക് തരുന്നത്. അതിൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ താഴെ റിപ്പീറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ചെറിയ വ്യത്യാസം വരും അവിടെ. In a Hartley oscillator, the two sections of the coils have inductance 60 mH and 25 mH. ഇവിടെ 20 സെപ്പറേറ്റ് തരിക കേട്ടോ. And the mutual inductance between the two sections is 7.5 mH, millihenry ആണ്. The capacitor is 0.01 microfarad. 0.01 microfarad. Find the frequency of oscillation. Find the frequency of oscillation. I shall read it once again. In a Hartley oscillator, the two sections of the coils have inductance 60 mH and 25 mH, and mutual inductance between the two sections is 7.5 mH. The capacitor is 0.01 mu f. Find the frequency of oscillation. And here f is 1/2π√LC. The same relation we repeat. Here C is 0.01 mu f. We convert into farad. 0.01 into 10⁻⁻6. 0.01 is 10⁻⁻2. So we get 10⁻⁻8. L is L1/L2+2. That is 60 plus 25 plus 2 into 7.5 equal to 85 plus 65 plus 60. 60 plus 25 is 85 plus 15, that is 100 mH, millihenry. 100 into 10⁻3 Henry, that is 10⁻1 Henry. 100 is 10 square, so 10⁻1 Henry. F is 1/2π√LC, that is 1/2π√10⁻1 into 10⁻3 -8. That is 1/2π into √10⁻9. ഈ √10⁻9 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രത്യേകം നോക്കണം കേട്ടോ. കാൽക്കുലേറ്റർ ചെയ്യാം, അല്ലെങ്കിൽ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ √10 into 10⁻10 എന്ന് എഴുതണം. 10⁻9നെ 10 into 10⁻10 എഴുതിയാൽ മതി. അപ്പോൾ 10⁻10ൻ്റെ റൂട്ട് ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ 10⁻5. പിന്നെ ആ റൂട്ടിനകത്തുള്ളത് √10 ഉള്ളത്, അത് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. അങ്ങനെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഞാൻ 1/2π into 10⁻5 into √10. 10⁻5/2π into 10⁻5. അത് മോളിൽ ചെല്ലുമ്പോൾ +5 ആവും. 2π into ഈ √10 3.16 ആണല്ലോ, 162 ആണ്. 3.162 ആണ് √10. അപ്പോൾ ചെയ്യുമ്പോൾ 32.4 ഹെർട്സ്. ഇതും ഉയർന്ന ഫ്രീക്വൻസിയാണ്.
there is one more problem. അതും ചെറിയൊരു വ്യത്യാസമുള്ള പ്രോബ്ലമാണ്. എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. A Hartley oscillator is used to generate a frequency of 50 kilohertz. Khertz. A capacitor of capacitance 450 pf is connected in the tank circuit. The circuit HFE, circuit transistor HFE, അത് ഗെയിൻ എന്ന് പറയും. നമ്മൾ എച്ച് പാരാമീറ്റർ പഠിക്കാത്തതാണ്, അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം ഓർക്കണം. HFE is 50. ആ ഡെൽറ്റ എച്ച് ഇ ഈസ് 0.5. ഫൈൻഡ് L1 and L2. ഇങ്ങനെയൊരു പ്രോബ്ലം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ കുട്ടികൾക്ക് പലർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നൊരു പ്രോബ്ലമാണ്, HFE ഒക്കെ പഠിക്കാത്തതുകൊണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ ഇത് പറയുന്നത്. അപ്പോൾ HFE എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രാൻസിസ്റ്റർ ബീറ്റയാണ്. ട്രാൻസിസ്റ്റർ ബീറ്റ. അപ്പോൾ HFE ട്രാൻസിസ്റ്റർ ബീറ്റ എന്ന് പറയുന്നത് കാണുന്നൊരു ഫോർമുല ഉണ്ട്, ഡെൽറ്റ HE ബൈ L2 ബൈ L1. അങ്ങനെ റിലേഷൻ ഉണ്ട്, അതൊന്നും കാണാതെ പഠിച്ചോളാം. HFE is delta HE by L2 by L1. That is HFE is 50 given. അത് ബീറ്റയ്ക്ക് തുല്യമാണ്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ആ കറണ്ട് ഗെയിന് തുല്യമാണ്. 50 is 0.5 ഡെൽറ്റ എച്ച് ഇൻറ്റു L2 by L1. അപ്പോൾ L2 by L1 കാണുമ്പോൾ നമുക്ക് 50 by 0.5 100 എന്ന് കിട്ടും. അതിന് ഒരു വാല്യൂ L1 L2 തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ ഇക്വേഷൻ കൊണ്ട് എഴുതും. ദാറ്റ് ഈസ് L2 is 100 L1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇനി F is 1/2 LC ആണ്. ആ L is L1 plus L2. ഇവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് L1 plus L2 എന്ന് എഴുതിയാൽ മതി. Therefore F is 1/2 of L1 plus L2 into C. 50 into 10⁻³ is 1/2 pi. Frequency is given 50 kHz. 50 into 10⁻³ into 1/2 of L1 plus L2 into C. സ്ക്വയർ ചെയ്യണം. 2500 into 10⁻⁶ is 1/4 pi square into റൂട്ട് മാറി L1 plus L2 into C എന്ന് വരും. That is L1 plus L2 is 1/2500 into 10⁻⁶ into 4 pi square into 450 into 10⁻⁻12, we get as 0.2251. അതാണ് L1 plus L2. L2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, 100 L1. അപ്പോൾ അങ്ങനെ എഴുതാം, L1 plus 100 L1. തൊട്ട് മുകളിൽ ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, L2 is 100 L1. 100 L1. L1 plus 100 L1. L2 പകരം equal 0.02251. That is 101 L1 is 0.2251. L1 is 0.02251 by 101 equal to 0.2229 mH, millihenry. All calculation we are doing in this is in millihenry. When we divide, we get in henry, and there is a conversion also. When we divide, we get a 0.0002229. One step is missing there. First we get the value in henry, then we divide it to be 101, and then we convert it to millihenry. When we divide by 101, we get a 0.000229. So when we convert into millihenry, we have to multiply it by 10⁻³ 0.2229 millihenry. And L2 is 100 L1, 100 into 0.2229, that is 22.29 millihenry. That is the answer. With this, the Hartley oscillator is over. That is class number 47 is over. The next class is Colpitts oscillator, class number 48. That we continue in the next class. Thank you very much.